സ്ലോ മോഷൻ വീഡിയോ അല്ല, അത് ഒറിജിനൽ വീഡിയോ കിട്ടിയാൽ ഈ മരണപ്പെട്ടുപോയ ദീപക് നിരപരാധിയാണെന്ന് പറഞ്ഞാൽ മരണപ്പെട്ടുപോയ ദീപകിനെ തിരിച്ചു കിട്ടുമോ? ഈ അച്ഛനും അമ്മയ്ക്കും തിരിച്ചിട്ട് അമ്മ പറയുന്നത് എന്താ, കുട്ടിയില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? ആ കുടുംബം ആശ്രയിച്ചിരുന്നത് ആ ഒറ്റ മകനായ ദീപകിലാണ്. ഇനി ഇത് നിരപരാധിയാണെന്ന് തെളിഞ്ഞാല്, ദീപക് നിരപരാധിയാണെങ്കിൽ ദീപകിനെ നമുക്ക് തിരിച്ചു കിട്ടുമോ? അതാണ്. ഇനി നാളെ ഒരു ദീപക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. നാളെ ആ പെൺകുട്ടി നിരപരാധിയാന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കും. എനിക്കറിയാം. നമ്മുടെ ശരീരത്ത് അനാവശ്യമായിട്ട് ടച്ചിങ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കണം. വീണ്ടും വീണ്ടും കേരളത്തിലെ ഈ പറയുന്ന നാനാകോടി ജനങ്ങളുടെ മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. ചേച്ചിയുടെ മാനസികാവസ്ഥ എല്ലാം അതല്ല വളരെ കുട്ടിയാണ്. ആ കുട്ടിക്ക് ബസ്സിൽ പ്രതികരിക്കാം, നമ്മൾ അങ്ങനെ പ്രതികരിക്കണം എന്ന് ആവശ്യപ്പെട്ട ഒരു കാര്യമില്ല. അല്ലല്ല, ന്യായമല്ലത്, ന്യായമല്ല. ഒരു പെർസ്പെക്റ്റീവ്, നമ്മൾ വേറൊരു കാഴ്ചപ്പാട് പറയുന്നു. എനിക്ക് കുട്ടികളുണ്ട്, അവര് ബസ്സിനെ ആശ്രയിക്കും. നമ്മൾ ഷിംജിതിനെ ന്യായീകരിക്കുകയല്ല ചെയ്യല്ല. വേറൊരു കാഴ്ചപ്പാട് സാർ, എനിക്ക് 2 ആൺകുട്ടികളുണ്ട്. അവർ ബസ്സിനെ ആശ്രയിക്കണം. നാളെ അവർക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകാൻ പാടില്ല. സാമാന്യ ബോധമുള്ള ഏതൊരു സ്ത്രീക്കും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ കുട്ടി ഒരു കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വീഡിയോ ചെയ്തതാണെന്ന്. ഞങ്ങൾ സാധാരണക്കാരാണ്, സമൂഹവുമായിട്ട് ഇടപെട്ട് ജീവിക്കുന്നവരുമാണ്. അപ്പൊ ആവർത്തിച്ച് ഞങ്ങൾ ആ വീഡിയോ കണ്ടപ്പോഴൊക്കെ ഞങ്ങൾക്ക് തോന്നി ആ കുട്ടി അങ്ങോട്ട് കയറി ചെന്ന് അദ്ദേഹവുമായിട്ട് ടച്ച് ചെയ്യാൻ പാകത്തിന് നിന്ന് വീഡിയോ എടുക്കുന്നതായിട്ട് തോന്നിയത്. ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് വന്നേക്കാണ് ഈ ഒരു ഇത്തരത്തിലുള്ള വീഡിയോസ്. അതായത് ബസ്സിൽ കയറുക, ആളുകളുടെ അടുത്ത് പോയിട്ട് സംഭവം നാച്ചുറലായിട്ട് സംഭവിച്ചേക്കുന്ന കാര്യങ്ങളുണ്ട്. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ കുട്ടികളെ ഉപദ്രവിച്ചേക്കുന്ന വീഡിയോ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കണം, എല്ലാവരും പ്രതികരിക്കണം, ശരിയാണ്. പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നുള്ള കാര്യം കൃത്യമായി അന്വേഷിച്ചതിന് ശേഷം മാത്രം സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടപെടൽ ആളുകൾ